ഹലോ മൈ ഡിയേഴ്സ്. അപ്പോൾ നമ്മൾ ഒരുപാട് കാലത്തിന് ശേഷമാണല്ലേ കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ എക്സാംസ് ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ്, നമ്മുടെ മോഡൽ എക്സാം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ക്യൂരിയസ് ആയിരിക്കും നിങ്ങളുടെ ആൻസേഴ്സ് എന്താണെന്ന്. ഒരുപാട് പേർക്കൊക്കെ അറിയുന്നുണ്ടാവും, നിങ്ങൾ എഴുതിയവർക്ക് നിങ്ങൾ പോയി ചെക്കൊക്കെ ചെയ്തിട്ടുണ്ടാവും. എന്നിരുന്നാലും നമ്മൾ അതിൻ്റെ ആൻസേഴ്സ് വായിച്ചാണ് ഈ ഒരു വീഡിയോയിൽ വരുന്നത്. ഓക്കെ, സോ ഷാൽ വി സ്റ്റാർട്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് അധികം സമയമൊന്നും കളയാണ്ട് തന്നെ നമുക്ക് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഒന്ന് നമുക്ക് സാധാരണഗതിയിൽ നമുക്ക് വരുന്ന ആ ഒരു പാറ്റേണിൽ തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് നമുക്ക് ആദ്യം കിട്ടിയിരിക്കുന്നത്. യു വിൽ ബി ഗിവൻ വിത്ത് എ പാരഗ്രാഫ്. അതായത് നമ്മൾ ടെക്സ്റ്റിൽ പഠിച്ചിട്ടുള്ള, നമ്മൾ വളരെയധികം ഫെമിലിയർ ആയിട്ടുള്ള ഒരു പാരഗ്രാഫ് ഇസ് ഹിയർ. അതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ആർ ഓൾസോ ഹിയർ. ഓക്കെ, അപ്പോൾ അത് വേഗം ഒന്ന് വായിച്ച് നമുക്ക് അതിൻ്റെ ആൻസേഴ്സ് ഒന്ന് കണ്ടുപിടിക്കാം. Read the excerpts from the scholarship jacket and answer the questions that follow. Okay. The pounding in my ears drowned out the rest of the words. Only the word here and there filtered through. Martha is Mexican. Resign won't do it. Mr. Skimmett came rushing out and luckily for me went down the opposite way towards auditorium, so he didn't see me. Shaking, I waited a few minutes and then went in and grabbed my bag and fled into the room. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ സ്കോളർഷിപ്പ് ജാക്കറ്റിലെ ഏതൊരു ഭാഗത്തെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഏത് ഭാഗമായിരിക്കണം? ഒബ്വിയസ്ലി നമ്മുടെ മാർത്ത അവളുടെ ആ ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റിനെ പറ്റി രണ്ട് ടീച്ചേഴ്സ് തമ്മിൽ നടക്കുന്ന ആ ഒരു ഡിസ്കഷൻ്റെ പാർട്ടാണ് ഇവിടെ കേൾക്കുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റാൻസയാണ്, നമുക്ക് ടെക്സ്റ്റിൽ തന്നെയുള്ള ഒരു ഭാഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ബാക്കി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ബാക്കി വായിക്കാത്തത്. ഓക്കെ, സോ വിൽ ബി ഡിസ്കസിങ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഐ വെന്റ് ഹോം വെരി സാഡ് ആൻഡ് ക്രൈഡ് ഇൻ ടു മൈ പില്ലോ ദാറ്റ് നൈറ്റ്, സോ ഗ്രാൻഡ് മദർ വുഡൻ ഹിയർ മീ. വൈ വാസ് മാത സാഡ്? ഈസി ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ഒരുപാട് പ്രാവശ്യം കേട്ട് പരിചയപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ആൻസർ എന്തായിരിക്കും? എന്തുകൊണ്ടാണ് വൈ ഡിഡ് മാത ക്രൈഡ് വെൻ ഷീ ജസ്റ്റ് ഗെറ്റ് ബാക്ക് ടു ഹോം? എന്തുകൊണ്ടായിരുന്നു അവൾ സങ്കടപ്പെട്ടിരുന്നത്? ബിക്കോസ് ഷീ ജസ്റ്റ് ഓവർഹേർഡ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ her teachers. രണ്ടുപേരും തമ്മിലുള്ള കോൺവെർസേഷൻ കേട്ടു. ആ കോൺവെർസേഷൻ ഇറ്റ് വാസ് ആക്ച്വലി അബൌട്ട് മാർത്ത ആൻഡ് വെദർ ടു ഗിവ് മാർത്ത ദ സ്കോളർഷിപ്പ് ഓർ ടു ഗിവ് ദാറ്റ് സ്കോളർഷിപ്പ് ജാക്കറ്റ് ടു another child. ഓക്കെ, അപ്പം മാർത്തയ്ക്ക് ഈ പറഞ്ഞ പോലെ തന്നെ പൈസ കൊടുക്കാനില്ലാത്തത് കൊണ്ട് ഷി വോണ്ട് ബി ഗിവൻ ദാറ്റ് സ്കോളർഷിപ്പ് ജാക്കറ്റ്. അപ്പം മാത്സ് ടീച്ചറും ഹിസ്റ്ററി ടീച്ചറും തമ്മിൽ നടന്ന ഈ ഒരു കോൺവെർസേഷൻ ഇവൾ വളരെ അവിചാരിതമായിട്ട് കേൾക്കാനിടയായി. സോ ദാറ്റ് ഇസ് വൈ ഷി വാസ് മെയ്ഡ് സാഡ്. അതുകൊണ്ടാണ് ഷി ജസ്റ്റ് വെന്റ് ഹോം ആൻഡ് ക്രൈഡ്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയി. ദ നെക്സ്റ്റ് വൺ, ഇറ്റ് സീംഡ് എ ക്രൂവൽ കോയിൻസിഡൻസ്. വൈ ഡിഡ് മാർത്ത സേ സോ? ഓക്കെ, ഒരു ക്രൂവൽ കോയിൻസിഡൻസ് ആണ് എന്ന് മാർത്ത പറയാൻ ഇവിടെ ഒരു സെന്റൻസ് പറയുന്നുണ്ട്. ഇറ്റ് സീംഡ് ലൈക്ക് എ ക്രൂവൽ കോയിൻസിഡൻസ്. കാണുന്നില്ല, ദാ ദിസ് ഇസ് ദാറ്റ് ലൈൻ. ഇറ്റ് സീംഡ് എ ക്രൂവൽ കോയിൻസിഡൻസ്. കോയിൻസിഡൻസ് എന്താ? നമ്മൾ അറിയാണ്ട് അവിചാരിതമായിട്ട് രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് വരിക. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ കോയിൻസിഡൻസ് എന്ന് പറയുന്നത്. അപ്പം മാർത്ത എന്താണ് ഇവിടെ ഒരു ക്രൂവൽ കോയിൻസിഡൻസ് എന്ന് പറയുന്നത്? ഓക്കെ, വാട്ട് ഇസ് ദറ്റ് ക്രൂവൽ കോയിൻസിഡൻസ്? ഇവൾക്ക് ജാക്കറ്റ് കൊടുക്കേണ്ട, അതായത് പൈസ കൊടുക്കുന്ന ആൾക്ക് മാത്രമേ ജാക്കറ്റ് കൊടുക്കുകയുള്ളൂ എന്നൊരു തീരുമാനം ഇറ്റ് ഈസ് ടേക്കൺ ഫ്രം ദി പോർഷൻ ഓഫ് ദറ്റ് മാനേജ്മെന്റ് അല്ലെങ്കിൽ സ്കൂൾ അതോറിറ്റീസ് തീരുമാനിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് വൺ സാഡ് തിങ്. പക്ഷേ ദ ക്രൂവൽ കോയിൻസിഡൻസ് ഈസ് ദാറ്റ് ഈ സംഭവം ഇവൾ ടീച്ചേഴ്സ് തമ്മിൽ സംസാരിക്കുന്നു, ഇവൾ അവിചാരിതമായി കേൾക്കാനും ഇടയായി. അതുമായി ഷി വുഡന്റ് നോ അബൌട്ട് എനി ഓഫ് ദീസ് തിങ്സ്. എങ്ങനെയോ ഇങ്ങനെ പൈസ കൊടുക്കാൻ തയ്യാറായ ആൾക്കാർക്ക് അങ്ങനെ മാറിപ്പോകുന്നു എന്ന് മാത്രമേ അവൾ അറിയുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതിൻ്റെ റിയൽ റീസൺ മാർത്തയ്ക്ക് മനസ്സിലാവും. So that is the cruel coincidence. Okay, so the management or the school authority has decided to give this scholarship jacket to another person for such and such course. A course namakku and the cruel coincidence is that Martha came to know about that very unexpectedly, and the yathartha reason Marthakku manasilayi. Okay, then coming to the next one, why was the principal uncomfortable and unhappy? Okay, we can see that line. He looked uncomfortable and unhappy. I decided I wasn't going to make it any easier for him. Because എന്തുകൊണ്ടാ പ്രിൻസിപ്പൽ ഭയങ്കര അൺഹാപ്പി ആൻഡ് അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്തിരുന്നത്? ബിക്കോസ് ദ പ്രിൻസിപ്പൽ ഹിംസെൽഫ് നോസ് ദാറ്റ് they are doing the wrong thing. അതായത് അർഹതപ്പെട്ട ഒരാൾക്ക് സ്കോളർഷിപ്പ് ജാക്കറ്റ് കൊടുക്കാതെ they have decided to give that to a very rich man's child. അപ്പം അങ്ങനെ തീരുമാനിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ദിസ് മാൻ ഇസ് ഹാവിങ് സം കൈൻഡ് ഓഫ് നെർവസ്നെസ്. അതുകൊണ്ട് തന്നെ ഈ പ്രിൻസിപ്പലും ഹി വാസ് ഓൾസോ അൺഹാപ്പി ആൻഡ് എ ബിറ്റ് നെർവസ്. അതുകൊണ്ടാണ് ഹി വാസ് ഫീലിംഗ് അൺഹാപ്പി ആസ് വെൽ ആസ് അൺകംഫർട്ടബിൾ. അപ്പം ഇദ്ദേഹത്തിന് നമ്മുടെ മാർത്തയ്ക്ക് ഈ സ്കോളർഷിപ്പ് ജാക്കറ്റ് കൊടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് സംഹൗ ഹി ഈസ് ഓൾസോ അണ്ടർ പ്രഷർ.
Okay, so that is the next question. ഇനി നമുക്ക് അതിൽ വരുന്ന ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. പിക്ക് ഔട്ട് എ വേർഡ് ഫ്രം ദി പാസേജ് വിച്ച് മീൻസ് നെർവസ്. ഓക്കെ, അപ്പോൾ ആ പാസേജിൽ നിന്ന് നിങ്ങൾക്ക് നെർവസ് എന്ന് വരുന്ന വേർഡ് മീനിങ്ങിൽ വരുന്ന ഒരു വാക്ക് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പം നെർവസ് എന്നുള്ളത് നമ്മൾ ഒരുപാട് പ്രാവശ്യം വായിച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ എവിടെയാണ് ഈ ഒരു നെർവസ്നെസ് നമുക്ക് കാണാൻ പറ്റുക? ഈ ഒരു ഭാഗം തന്നെ ഒന്ന് വായിച്ചു നോക്കാം. I decided I wasn't going to make it any easier for him, so I looked him straight into his eyes. He looked away and fidgeted with the papers on his desk. അപ്പം എന്താ, പ്രിൻസിപ്പൽ ഹി വാസ് അൺഹാപ്പി എന്ന് പറഞ്ഞു. അപ്പം മാർത്തയ്ക്കും എന്ത് ചെയ്യാം? ഷീ വാസ് ഓൾസോ സ്റ്റെയറിങ് അറ്റ് ഹിം. എന്നെ അത്രയ്ക്ക് ബുദ്ധിമുട്ടിച്ചിട്ട് ഇവർ അത്ര ഈസി ആയിട്ട് പോകണ്ട, അവൾ അത് തുറച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇൻ ദാറ്റ് സിറ്റുവേഷൻ, അപ്പോൾ ഒരു സങ്കടവും അല്ലെങ്കിൽ ഒരു പരിഭ്രാന്തിയൊക്കെ നിറഞ്ഞ സിറ്റുവേഷനിൽ ദി പ്രിൻസിപ്പൽ ഹി ഫിഡ്ജറ്റഡ് വിത്ത് ദ പേപ്പേഴ്സ് എന്ന് വെച്ചാൽ ഭയങ്കര നെർവസ് ആയിട്ട് പേപ്പേഴ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ ചെയ്ത് വെക്കുക. ഒരു എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ബട്ട് ഹീ ഈസ് ഡൂയിങ് സംതിങ്. സോ ഹിയർ വി ഹാവ് ദിസ് വേർഡ് ഫിഡ്ജറ്റഡ്. ഓക്കെ, കൈയൊക്കെ ഇങ്ങനെ പതറുക അല്ലെങ്കിൽ വിറച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതിനെയാണ് ഒരു നെർവസ് കൈൻഡ് ഓഫ് ആക്ഷൻ ആണ് ഫിഡ്ജറ്റഡ്. ഓക്കെ, സോ അതും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ കമ്മിങ് ടു ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Mr. Skimmett came rushing out, find out the noun phrase in the subject position. We have studied about noun phrase. ഇനി സബ്ജക്റ്റ് ഏതാണ്, സബ്ജക്ട് പൊസിഷൻ ഏതാണെന്ന് നമുക്കറിയാം. സോ ഇൻ ദിസ് സെൻറ്റൻസ് മിസ്റ്റർ സ്കിമ്മറ്റ് came rushing out. അപ്പോൾ അതാ ഫസ്റ്റ് പൊസിഷനിലുള്ളതായിരിക്കും ഡെഫിനറ്റ്ലി നമ്മുടെ സബ്ജക്റ്റ് അത് വരിക. ദ നെക്സ്റ്റ് വൺ ഇസ് എ വേർബ്. അടുത്തത് വേർബ് പൊസിഷനും വരുന്നുണ്ട്, സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ് പൊസിഷൻ വരുന്നുണ്ട്. ആൻഡ് വാട്ട് ക്യാൻ ബി ദ നൗൺ ഫ്രേസ് ദാറ്റ് ഇസ് ആക്ച്വലി ഇൻ സബ്ജക്ട് പൊസിഷൻ? ഇറ്റ്സ് എ വെരി സിമ്പിൾ വൺ. ഒബ്വിയസ്ലി ഇറ്റ് ഇസ് മിസ്റ്റർ സ്കിമ്മറ്റ്. ഓൾ റൈറ്റ്, സോ ഷാൽ വി മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ഓക്കെ, ഹിയർ ഇസ് another പാറ്റേൺ. നമുക്ക് സാധാരണഗതിയിൽ വരുന്ന പോലെ തന്നെ ആദ്യം ഒരു പാസേജ് കഴിഞ്ഞു. നൗ വി ആർ ഗിവൻ വിത്ത് എ പാർട്ട് ഓഫ് പോം. പോയത്തിനെ പറ്റിയിട്ട് വി ആർ ഹാവിങ് സം ക്വസ്റ്റ്യൻസ്. Read the lines from the ballad of Father Galligan and answer the questions that follow. He knelt and leaning on the chair, he prayed and fell asleep. And the moth are went from the fields, the stars began to peep. They slowly into millions grew, the leaves shook in the wind, and the God covered the world with shade and whispered to mankind. Okay, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം, ഏത് ഭാഗമാണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. Why did Peter Galligan fall asleep? അപ്പോൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് Peter Galligan he knelt and leaning on the chair he prayed and fell asleep. അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് Father Galligan he fall asleep. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഉറങ്ങിപ്പോവാൻ കാരണം? Because he was actually tired. എങ്ങനെ ടയേർഡ് ആയത്? ബിക്കോസ് ഹിസ് ഫെല്ലോ പാരിഷണേഴ്സ് വർ ഹാവിങ് എ ഡിസീസ്, ദേ വർ സഫറിങ് എൻ എപ്പിഡമിക്. അതുകൊണ്ട് തന്നെ അവർക്ക് ലാസ്റ്റ് സെർമൻസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ട് തന്നെ ഒരുപാട് വീടുകളിൽ ഇങ്ങനെ ഓടി നടന്ന ക്രിയകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ദാറ്റ് ഈസ് വൈ ഹി വാസ് വെരി ടയേർഡ് ആൻഡ് ഹി ജസ്റ്റ് ഫെൽറ്റ് asleep during his pray. Okay, then coming to the next one. And stars began to peep, identify the figure of speech in the line. Easy അല്ലേ? ബുദ്ധിമുട്ടൊന്നുമില്ല. And stars began to peep. അതാ ഇവിടെയുണ്ട്. And stars began to peep. പീപ്പ് എന്ന് വെച്ചാൽ എന്താ? ഒളിഞ്ഞു നോക്കുക അല്ലെങ്കിൽ എത്തി നോക്കുക. ഓക്കെ, സ്റ്റാർസിന് ശരിക്കും പറഞ്ഞാൽ ക്യാൻഡേ ഇങ്ങനെ എത്തി നോക്കാൻ പറ്റുമോ? ഇറ്റ്സ് ജസ്റ്റ് ബ്യൂട്ടിഫൈഡ് വേർഷൻ. ഇത് ബ്യൂട്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സ്പ്രഷനോട് ഉപയോഗിച്ചത്. സോ ആർക്കാ ശരിക്കും പറഞ്ഞാൽ പീപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഇങ്ങനെ എത്തി നോക്കാൻ പറ്റുന്ന ആർക്കാ? ഇറ്റ്സ് ഓൺലി അപ്ലിക്കബിൾ ഫോർ ഹ്യൂമൻസ് അല്ലേ, മനുഷ്യരാണ്. നമ്മൾ അങ്ങോട്ട് എത്തി നോക്കി, അവൻ എത്തി നോക്കി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. സോ ഹിയർ what can be the figure of speech? ഇവിടെ കൊടുത്തിരിക്കുന്നത് ഏതായിരിക്കും? It's the personification. ഒരു പേഴ്സന്റെ ഫീലിംഗ് is attributed to a നോൺ പേഴ്സൺ അല്ലെങ്കിൽ ജീവനില്ലാത്ത അല്ലെങ്കിൽ നോൺ പേഴ്സൺ ആയിട്ടുള്ള ഒരാൾക്ക് ഒരു പേഴ്സന്റെ ക്യാരക്ടേഴ്സ് ആർ അട്രിബ്യൂട്ടഡ്. ഓൾ റൈറ്റ്, ദെൻ കമ്മിങ് ടു ദ നെക്സ്റ്റ് വൺ. വാട്ട് റൈറ്റ് ദ റൈം സ്കീം ഓഫ് ദ സ്റ്റാൻസ. റൈം സ്കീം കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്. ആൻഡ് A, B, 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 then here is also the wind, kind. ഇത്തരത്തിലുള്ള വേർഡ്സ് ഒക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട്. ഓൾ റൈറ്റ്, വിൻഡ്, കൈൻഡ്, അതുപോലെ തന്നെ പീപ്പ്, asleep, ഇത്തരത്തിലുള്ള സ്റ്റാൻസസ് വരുന്നുണ്ട്. അപ്പം ബി ബി എന്നുള്ള ആ സ്റ്റാൻസ ഇത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? asleep, പീപ്പ്. അപ്പം അത് ഈ പറയുന്ന ആപ്പ് എന്നുള്ള ഒരു സൗണ്ടിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, then coming to the last one. Pick out a visual image from the stanza. Pick out a visual image from the stanza. എന്തൊക്കെയായിരിക്കും വിഷ്വൽ ഇമേജ് എന്ന് പറയുമ്പോൾ വരിക? വിഷ്വൽ ഇമേജസ് ഒരുപാട് നമ്മുടെ ഈ ഒരു സ്റ്റാൻസിൽ തന്നെ വരുന്നുണ്ട്. ഓക്കെ, ഈ ഒരു സ്റ്റാൻസിൽ എന്തൊക്കെയാണ് വരുന്ന വിഷ്വൽ ഇമേജസ്?
ഓക്കെ, ഏതൊക്കെയാണ് ഇതിൽ വരുന്ന വിഷ്വൽ ഇമേജസ് എന്ന് പറഞ്ഞ് നോക്കിക്കേ. ഇവിടെയുണ്ട്. വി ആർ ഫേസ്റ്റ് വിഷ്വൽ ഇമേജ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, ലീനിങ് ഓൺ ദ ചെയർ. നമുക്ക് കാണുന്ന രീതിയിലേക്ക് എക്സ്പീരിയൻസ് ചെയ്യാവുന്ന ഒരു ടൈപ്പ് ഉള്ളതെന്ന് പറഞ്ഞാൽ ലീനിങ്, ചെയറിൽ ഇങ്ങനെ ലീൻ ചെയ്തിരിക്കുന്നു. ദെൻ വാട്ട് അബൌട്ട് ദിസ് മോത്ത് ആർ, അതായത് ഈവനിങ് ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഒരുപാട് പ്രാണികൾ ഒക്കെ വരും അല്ലേ. സോ ദാറ്റ് ഈസ് ഓൾസോ എ വിഷ്വൽ ഇമേജ്. ആൻഡ് ദെൻ സ്റ്റാർസ് പീപ്പിംഗ്, സ്റ്റാർസ് എത്തി നോക്കുക, സ്റ്റാർസിനെ നമുക്ക് വിഷ്വൽ ഇമേജിൽ കണക്കാക്കാവുന്നതാണ്. ഓൾറൈറ്റ്, ദെൻ ലീവ്സ് ഷൂക്ക് ഇൻ ദ വിൻഡ്, അതായത് കാറ്റിലെ ഇലകൾ അനങ്ങുന്നു. ഇതൊക്കെ വിഷ്വൽ ഇമേജസ് ആണ്. ഓക്കെ, നമുക്ക് കാണാൻ പറ്റുന്ന, എക്സ്പീരിയൻസ് ചെയ്യാൻ അല്ലെങ്കിൽ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ഇമേജസ് ആണ് ഈ ഒരു വിഷ്വൽ ഇമേജിന്റെ ആ ഒരു കാറ്റഗറിയിൽ വരാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ക്വസ്റ്റ്യൻ. ദെൻ ഷാൽ വി മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. ഓക്കെ, here is another question. Read the following lines from poetry and write an appreciation focusing on the theme, imagery and poetic devices. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള ചാപ്റ്ററാണ്, പഠിച്ചിട്ടുള്ള പോയമാണ്. പോയട്രി എന്ന് പറയുന്ന ഒരു ഭാഗത്തുനിന്ന്, പോയട്രി എന്ന് പറയുന്ന ഒരു ഭാഗത്തിൽ എന്തൊക്കെയാണ് ഈ പറഞ്ഞ ഒരു അപ്രീസിയേഷനിൽ വരിക എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, ഓൾ റൈറ്റ്. അപ്പം നമുക്ക് നോക്കാം ഇതിൽ എന്തൊക്കെയാണ്. അപ്പം മെയിൻലി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ്? അപ്രീസിയേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്, തീം, ഇമേജറി ആൻഡ് പോയറ്റിക് ഡിവൈസസ്. അപ്പോൾ ഒന്നാമത് തന്നെ നമുക്ക് ആലോചിക്കേണ്ടത് ഇറ്റ്സ് അബൌട്ട് ദ തീം. അപ്പോൾ തീം എഴുതുന്നതിന് മുന്നേ വാട്ട് യു ഹാവ് ടു നോട്ട് അല്ലെങ്കിൽ വാട്ട് യു ഹാവ് ടു റൈറ്റ് ഇസ് അബൌട്ട് ദി പോയം. ആ പോയം ആരാണ് എഴുതിയിട്ടുള്ളത്? ഹു ഇസ് ദ ഓഥർ ഓഫ് ദിസ് പോയം പോയട്രി? ഇറ്റ് ഇസ് പാബ്ലോ നെരൂദ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഒരു നിങ്ങൾക്ക് കൊടുക്കുന്ന ഒരു പാരഗ്രാഫിൽ യു ക്യാൻ ജസ്റ്റ് ഡിഫൈൻ എന്തൊക്കെയാണ് പോയട്രി. Poetry എന്ന് പറയുന്ന it is a poem written by Pablo Neruda and it is dealing with how a poet attains his poetic inspiration. അതാണ് അതിൻ്റെ തീമായിട്ട് വരുന്നത്. എങ്ങനെയാണ് ഒരു പോയറ്റ് തന്നിലേക്ക് തൻ്റെ പോയറ്റിക് ഇൻസ്പിറേഷൻ, കവിതകൾ എഴുതാനുള്ള ആ ഒരു ഇൻസ്പിറേഷൻ തന്നിലേക്ക് എത്തുന്നത് എങ്ങനെയാണെന്നാണ് ഈ ഒരു പോയത്തിൽ നമ്മൾ കാണുന്നത്. ഓക്കെ, ഇനി നമുക്കിവിടെ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? ഇമേജറീസ് ആൻഡ് പോയറ്റിക് ഡിവൈസസ് ചോദിച്ചിട്ടുണ്ട്. ഇനി ഈ കൊടുത്തിരിക്കുന്ന സ്റ്റാൻസയുടെ ഒരു ജസ്റ്റ് യു ക്യാൻ ഗിവ് എന്താ ഇവിടെ കൊടുത്തിരിക്കുന്നത്? And it was at that age poetry arrived in search of me. അപ്പം at a particular age poetry arrived in search of poet. അപ്പോൾ പോയറ്റിനെ തേടി പോയട്രി ഇങ്ങോട്ട് വരികയാണ് ചെയ്യുന്നത്. I don't know where it came from winter or a river. I don't know how or when. ആൻഡ് പുള്ളിക്ക് ഇപ്പോൾ മനസ്സിലാവുന്നില്ല വേർ ഡിഡ് ദിസ് പോയട്രി അല്ലെങ്കിൽ ഈ ഒരു ഇൻസ്പിറേഷൻ ഇപ്പോൾ എവിടെ നിന്നാണ് എൻ്റെ അടുത്തേക്ക് വന്നത്? ഇസ് ഇറ്റ് ഫ്രം വിൻ്റർ സീസണിലാണോ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുഴവക്കത്തു നിന്നാണോ എൻ്റെ അടുത്തേക്ക് ഈ ഒരു ഇൻസ്പിറേഷൻ വന്നത്? ഹി ഡോണ്ട് നോ. എപ്പോഴാണ് വന്നതെന്നോ അല്ലെങ്കിൽ എങ്ങനെയാണ് വന്നതെന്നോ ഹി വാസ് നോട്ട് ഷുവർ. നോ, ദർ വർ നോട്ട് വോയിസസ്, ദർ വർ നോട്ട് വേർഡ്സ്, നോ സൈലൻസ്. അത് ഒരുപാട് ആൾക്കാർ പറഞ്ഞ ഒരു കുറേയധികം സംസാരങ്ങളിൽ നിന്നും അല്ലെങ്കിൽ സൈലൻസിൽ നിന്നോ ഒന്നും അല്ല വന്നത്. ബട്ട് ഫ്രം എ സ്ട്രീറ്റ് ഐ വാസ് സമ്മൺഡ് ഫ്രം ദി ബ്രാഞ്ചസ് ഓഫ് നൈറ്റ് അബ്രപ്റ്റ്ലി ഫ്രം അതേഴ്സ്. ഓക്കെ, പക്ഷേ സംഹൗ ഞാൻ ഏതോ ഒരു സ്ട്രീറ്റിലായിരുന്നപ്പോൾ എന്നെ ആരോ ഒന്ന് വന്ന് വിളിച്ചു. ആൻഡ് ഐ ഹാവ് ഗോട്ട് ദാറ്റ് ഇൻസ്പിറേഷൻ. അങ്ങനെയാണ് എനിക്ക് ഐ ഹാവ് ഗോട്ട് ദസ് ഇൻസ്പിറേഷൻ ടു റൈറ്റ് പോയട്രി. അപ്പം അതാണ് അതിൻ്റെ ഒരു സമ്മറി എന്നല്ലെങ്കിൽ ആ ഒരു സ്റ്റാൻസ സമ്മറിയിൽ നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് പോയറ്റിക് ഡിവൈസസ്, എന്തൊക്കെ ടെക്നിക്സ് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് തന്നെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഇറ്റ് വാസ് അറ്റ് ദാറ്റ് ഏജ് പോയട്രി അറൈവ്ഡ് ഇൻ സെർച്ച് ഓഫ് മീ. അവിടെ തന്നെ ഒരു കാര്യം വരുന്നുണ്ട്. അതായത് യൂഷ്വലി എന്താ നടക്കുക? നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഒരു കാര്യം വിൽ ബി ഗോയിങ് ഇൻ സെർച്ച് ഓഫ് ദാറ്റ് തിങ്. നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യത്തെ നമ്മൾ അങ്ങോട്ട് തേടിയാ പോവുക. ബട്ട് വാട്ട് ഹാപ്പൻഡ് ഹിയർ? പോയറ്റിനെ തേടി ഇങ്ങോട്ട് വരികയാണ് ചെയ്തത്. സോ ഹിയർ ഇസ് എൻ എക്സ്പ്രഷൻ ദാറ്റ് ഈസ് ഇൻവേർഷൻ. നടക്കേണ്ടത് എന്താണോ അത് നേരെ തലതിരിഞ്ഞാൽ നടന്നത്. ഞാൻ അങ്ങോട്ട് പോകേണ്ടതിന് പകരം എന്നെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരിക ചെയ്തത്. സോ ദാറ്റ് ഈസ് കോൾഡ് ആസ് ഇൻവേർഷൻ. ഓക്കെ, ദെൻ വാട്ട് ഈസ് നെക്സ്റ്റ്? ഇവിടെ നമ്മൾ കാണുന്നുണ്ട് ഐ ഡോണ്ട് നോ. ദ സെയിം ഫ്രേസ് ഓർ ദ സെയിം വേർഡ്സ് ഇറ്റ് റിപ്പീറ്റഡ് അഗെയിൻ. പെട്ടെന്ന് തന്നെ റിപ്പീറ്റഡ് ആവുന്നുണ്ട്. സോ ദാറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ റെപ്പിറ്റേഷൻ. ഓക്കെ, റെപ്പിറ്റേഷൻ അവിടെ വരുന്നുണ്ട്. ഓൾറൈറ്റ്, ഇനി എന്താണ് നമുക്ക് ഇതിൽ കാണാൻ പറ്റുക? ഇമേജസ് ഒരുപാട് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ സ്ട്രീറ്റ്, ഇതൊക്കെ ഇമേജസ് ആണ്. ഇതൊക്കെ സ്ട്രീറ്റിൽ നിന്ന് ആരോ എന്നെ സമ്മൺ ചെയ്തു അല്ലെങ്കിൽ ഫ്രം ദി ബ്രാഞ്ചസ് ഓഫ് നൈറ്റ്. ഇതൊക്കെ ഓൾ ഓഫ് ദം ആർ ഇമേജസ്. അപ്പോൾ ഈ ഒരു ഇത്രയും സ്റ്റാൻസയിൽ വരുന്ന ഇമേജസ് അല്ലെങ്കിൽ എന്താണ് റിപ്പറ്റേഷൻ, ഇൻവേർഷൻ, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ ഒരൊറ്റ സ്റ്റാൻസയിൽ നിന്ന് മാത്രം തന്നെ കിട്ടുന്ന ടെക്നിക്സ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പോകേണ്ടത്. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദി അപ്രിസിയേഷൻ ഓഫ് ദിസ് പെർട്ടിക്കുലർ സ്റ്റാൻസ. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ ഷാൽ വി മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ? യാ,
ഇവിടെ now we are given a passage. ഈ ഒരു പാസേജ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ കഥ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇറ്റ്സ് അബൌട്ട് an experience of a man. ആ മാൻ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ. മോഹൻ was very shy. As soon as the school bell rang, he collected his books and hurried home. Other boys chatted and stopped on the way, some to play, others to cat. But Mohan always went straight home. He was afraid that the boys might stop him and make fun of him. Okay. One day, the inspector of schools came to Mohan's school and he read out 5 English words to the class. Read out 5 English words to the class and asked the boys to write them down. Mohan wrote 4 words correctly, but he couldn't spell the 5th word kettle. Seeing Mohan's hesitation, the teacher made a sign behind the inspector's back that he should copy the word from the neighbor's slate. But Mohan ignored his signs. The other boys wrote all the 5 words correctly. Mohan wrote only 4. After the inspector left, the teacher scolded him. I told you to copy from your neighbor, he said angrily. Couldn't you even do that correctly? Everyone laughed. Oh, we have some questions regarding this passage. എന്തൊക്കെയാണ് questions നോക്കാം. As we went home that evening, Mohan was not happy. He knew he had done the right thing. What made him sad was the teacher's advice. നോക്കാം. Why would Mohan hurry home as soon as the school bell rang? അപ്പം നമ്മൾ വായിച്ചു കേട്ട പാസേജിൽ നമുക്ക് അതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ ഉണ്ട്. എന്തുകൊണ്ടാണ് മോഹൻ പെട്ടെന്ന് തന്നെ സ്കൂൾ വിട്ട വീട്ടിലേക്ക് പോകുന്നത്? ഹി വാസ് ആക്ച്വലി വെരി ഷൈ ആൻഡ് ഹി ഫിയർ ദാറ്റ് ബാക്കിയുള്ള ബോയ്സ് വിൽ ബി മേക്കിംഗ് ഫൺ ഓഫ് ഹിം. അവനെ കളിയാക്കുമെന്നൊക്കെ പേടിച്ചിട്ടാണ് ഹി ജസ്റ്റ് ഹറിഡ് ബാക്ക് ടു സ്കൂൾ വിതൗട്ട് ഗോയിങ് ഫോർ എനി മിംഗ്ലിംഗ് വിത്ത് ഫ്രണ്ട്സ്. നെക്സ്റ്റ് വൺ, വൈ ഡിഡ് ദ ടീച്ചർ ഡു to help Mohan? എന്താ മോഹനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ടീച്ചർ ചെയ്തത്? The teacher asked him to copy from the other person's page just behind the inspector's back. അപ്പോൾ ഇൻസ്പെക്ടറുടെ പുറകെ ഇൻസ്പെക്ടർ കാണാതെ മോഹൻ്റെ അടുത്ത് എന്നിട്ട് അടുത്ത ആളുടെ നോക്കി കോപ്പി ചെയ്യുമെന്നാണ് the teacher advised him. Why did Mohan ignore that the teacher had asked him to do? എന്തുകൊണ്ടായിരിക്കും മോഹൻ ignored that advice from his teacher? Anyways, that's a teacher. ടീച്ചർ പറഞ്ഞാൽ കേൾക്കണ്ടേ? Because Mohan was sure that it was not a convenient, it is not up to truth, അല്ലെങ്കിൽ it is not good for truth, അല്ലെങ്കിൽ സത്യത്തിന് വിരുദ്ധമായിട്ടുള്ളൊരു കാര്യമാണ്. So he didn't want to do that thing. അതുകൊണ്ടാണ് he just neglected the advice of his teacher. Then final one, at the end of the day, Mohan was both happy and sad. What was the reason for this mixed feeling of Mohan? Sorry, we have one more question. What does that stand for the sentence? In the sentence, couldn't you even do that correctly? ഇവിടെ this that is here. അല്ലേ? ഈ എന്താ what is this that? കോപ്പിങ്ങിനെയാണല്ലേ? അത് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. കോപ്പി അടിക്കാൻ പോലും അത് ചെയ്യാൻ പോലും നിനക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ എന്താ? What is this other? That is copying from the other person's book. Then final one, എന്തുകൊണ്ടായിരുന്നു what was the reason for Mohan's feeling of happiness and sadness together? രണ്ടും കൂടെ വരാനുള്ള കാരണം എന്താ? He was happy because he did the right thing. ടീച്ചർ പറഞ്ഞെങ്കിലും അവൻ നല്ല കാര്യം, സത്യത്തിന് വിരുദ്ധമായിട്ടൊന്നും അവൻ ചെയ്തിട്ടില്ല. That is why he was happy. And why he was sad? സങ്കടപ്പെട്ടിരിക്കാൻ കാരണം എന്താ? What was the reason? Yeah, because of the teachers. ഒരു ടീച്ചർ ആയിരുന്നിട്ട് കൂടി the teacher എന്താ സത്യത്തിന് വേണ്ടി he didn't stand for truth. He also wanted the student to copy from the other one. Okay, that was the reason why he was sad. All right, then coming to the next question. അടുത്തത് നമുക്ക് അടുത്തൊരു പാറ്റേണിലേക്കാണ് നമ്മൾ പോകുന്നത്. അറിയുന്ന പോലെ തന്നെ ഹിയർ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റീഡ് ദ ക്വസ്റ്റ്യൻ തറൗലി. ആൻസർ എനി വൺ ഓഫ് ദി ഫോളോയിങ്. നിങ്ങൾക്ക് 2 ക്വസ്റ്റ്യൻസ് ആർ ഗിവൻ, അതിൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രം. മോസ്റ്റ് ഓഫ് യു വിൽ ബി ഡൂയിങ് ദിസ് മിസ്റ്റേക്ക്. അതായത് 2 എഴുതി വെക്കും. യു വിൽ ബി ലൂസിങ് യുവർ ടൈം. കാരണം നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടില്ല. ഏതെങ്കിലും ഒരെണ്ണത്തിന് മാർക്ക് യു വിൽ ബി ഗെറ്റിംഗ്. പിന്നെ നിങ്ങൾ ബാക്കി നിങ്ങളുടെ സമയം 2 കൂടെ എഴുതി കഴിഞ്ഞാൽ യു വിൽ ബി ലൂസിങ് യുവർ ടൈം. വേറൊരു ആൻസറിന് കൊടുക്കേണ്ട ടൈം ആയിരിക്കും അത്. ഓക്കെ, അപ്പം അതൊരു കാര്യം ഒന്ന് എപ്പോഴും ശ്രദ്ധിച്ചു വെക്കുക. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ ദാറ്റ്, ദ ബോയ് ഇൻ ദ സ്റ്റോറി അഡ്വെഞ്ചേഴ്സ് ഇൻ ദ ബനിയൻ ട്രീ. ഓർമ്മയുണ്ടല്ലോ അല്ലേ? നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ഇസ് എ ട്രൂ ലവർ ഓഫ് നേച്ചർ. നറേറ്റ് സം ഓഫ് ദി എക്സ്പീരിയൻസസ് ദ ബോയ് ഗോട്ട് ഫ്രം നേച്ചർ in your own words. Beautiful Dera Valley, banyan tree, the noisiest place in the fig season, friendship with the squirrel, fight between cobra and
mongoose. Friendship between rat and squirrel discovers 3 white baby squirrels. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഹിൻസ് ഉപയോഗിച്ചിട്ട് യു ക്യാൻ മേക്ക് ഒരു നറേഷൻ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടേതായ വേർഡ്സിൽ യു ക്യാൻ ക്രിയേറ്റ് ദാറ്റ് നറേഷൻ. ഓക്കെ, അത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. ആ ബ്യൂട്ടിഫുൾ ഡെയറ വാലി, അവിടെ ഇന്ന പരിപാടികളൊക്കെ നടന്നു. സ്ക്വിറൽസിൻ്റെ കാര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. ഫൈറ്റ് ബിറ്റ്വീൻ ദി കോബ്ര ആൻഡ് ദിസ് മംഗൂസ്, അത് നമ്മൾ കണ്ടതാണ്. പിന്നെ ഫൈനലി നമ്മൾ ലാസ്റ്റിലേക്ക് എത്തുമ്പോഴേക്കും വൈറ്റ് ബേബി സ്ക്വിറൽസിനെ ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് സംയോജിപ്പിച്ചിട്ട് യു ക്യാൻ മേക്ക് ദാറ്റ് പാസേജ് നറേഷൻ എ വെരി ഗുഡ് വൺ ആൻഡ് ഇറ്റ് ക്യാരീസ് 7 marks. അപ്പോൾ ഇത്രയും ഒന്നും ചെറുതായിട്ട് ഒരു ചെറിയ പാരഗ്രാഫിലൊന്നും എഴുതി നിർത്തിക്കഴിഞ്ഞാൽ യു വോണ്ട് ബി ഏബിൾ ടു സ്കോർ ദാറ്റ് മച്ച് മാർക്ക്. അപ്പം അതിനനുസരിച്ചുള്ള രീതിക്ക് യു ഹാവ് ടു റൈറ്റ് ഇറ്റ്. ഓൾ റൈറ്റ്. ദെൻ അടുത്ത് നോക്കിയേ, അതിൽ തന്നെ നമുക്ക് വന്ന ഓർ ക്വസ്റ്റ്യൻ ഇതാണ്. സ്കോളർഷിപ്പ് ജാക്കറ്റ് ഡിസ്ക്രൈബ്സ് ദ സ്ട്രഗിൾസ് ഓഫ് മാർത്ത ഫോർ ജസ്റ്റിസ്. പ്രിപ്പയർ എ റിവ്യൂ ഓഫ് ദ സ്റ്റോറി യൂസിങ് ദ സ്കിൻ. അപ്പം റിവ്യൂ ആണ്, നിങ്ങൾ ആ സ്റ്റോറീനെ ഒന്ന് റീവ്യൂ ചെയ്യുകയാണ്, രണ്ടാമതൊന്നും കൂടെ വ്യൂ ചെയ്യുകയാണ്. സോ ദാറ്റ് ഈസ് ദ റിവ്യൂ. അപ്പോൾ റിവ്യൂ പറയുമ്പോൾ അതിൽ എന്തൊക്കെയാണ് നിങ്ങൾ ടെക്സാസ് സ്കൂൾ മാത്ത എക്സ്പെക്ട്സ് ടു വിൻ ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് ഓവർ ഹിയർസ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ ഹർ ടീച്ചേഴ്സ്, ചേഞ്ച് ഇൻ പോളിസി, നീഡ്സ് $15, ഗ്രാൻഡ് ഫാദർ റെഫ്യൂസസ്, മീറ്റ്സ് എ പ്രിൻസിപ്പൽ, ചേഞ്ചസ് ഡിസിഷൻ, മാത്ത ഗെറ്റ്സ് എ സ്കോളർഷിപ്പ് ജാക്കറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റോറിയിൽ നടന്നിട്ടുള്ളതാണ്. അപ്പോൾ അതിനെ ഒന്നും കൂടെ ഒന്ന് റിവ്യൂ ചെയ്യുന്ന രീതിക്ക് വേണം. യു ജസ്റ്റ് ഹാവ് ടു നറേറ്റ് ഇറ്റ്. അതിന് കൂടുതൽ ഒരു റിവ്യൂ മോഡിലായിരിക്കണം. യു ജസ്റ്റ് ഹാവ് ടു പ്രിപ്പയർ ദാറ്റ് തിങ്. ഓക്കെ, അപ്പോൾ ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി ആൻഡ് അതിൻ്റെ മാർക്സ് ശ്രദ്ധിച്ചിട്ട് വേണം. യു ജസ്റ്റ് ഹാവ് ടു ആൻസർ. Now moving on to the next session, answer any 2 of the following. ഏതെങ്കിലും രണ്ടെണ്ണം ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, the eco club of your school has decided to conduct a seminar on deforestation. എന്താ deforestation? All of you know that, അല്ലേ? നമ്മൾ സയൻസിലൊക്കെ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും കേട്ടോണ്ടിരിക്കുന്ന കാര്യമാണ് ഫോറസ്റ്റ് ഇല്ലാണ്ടാക്കുക. ആ ഒരു പരിപാടിയെ പറ്റി സെമിനാർ, അതിൻ്റെ അവയർനെസ്സിന് വേണ്ടിയിട്ട് ഒരു സെമിനാറാണ്. ആസ് എ സെക്രട്ടറി ഓഫ് ദി ക്ലബ് പ്രിപ്പയർ എ നോട്ടീസ് ടു ഇൻവൈറ്റ് ദ സ്റ്റുഡൻസ് ആൻഡ് പേരൻസ് ടു ദ സെമിനാർ. Okay, so imagine yourself as the secretary of the eco club and now you are planning to conduct a seminar. ഒരു സെമിനാർ കണ്ടക്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ആ സെമിനാറിന് വേണ്ടിയിട്ട് ഒരു നോട്ടീസാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. എങ്ങനെ വരും നോട്ടീസ്? നമ്മൾ ഒരുപാട് പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ഫോമാറ്റ് എങ്ങനെയാണ് വരിക എന്നുള്ളത് ഒരിക്കൽ കൂടി നമ്മൾ കാണുകയാണ്. ഓക്കെ, ആദ്യം തന്നെ സ്കൂൾസ് നെയിം, നമ്മൾ ഏത് സ്കൂളാണോ കൊടുക്കുന്നത് സ്കൂൾസ് നെയിം. ഓക്കെ, സ്കൂളിൻ്റെ നെയിം കൊടുക്കുക. ദെൻ വാട്ട് എൽസ്? ഇനി എന്താ കൊടുക്കേണ്ടത്? സ്കൂളിൻ്റെ നെയിം കൊടുക്കുന്നതിന് മുന്നേ യു ക്യാൻ ഗിവ് ദി ടൈറ്റിൽ നോട്ടീസ്. ഓക്കെ, നോട്ടീസ് എന്നുള്ളൊരു ടൈറ്റിൽ കൊടുക്കാം. ദെൻ ഗിവ് ദി സ്കൂൾസ് നെയിം. അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് എഴുതി സ്കൂൾസ് നെയിം കൊടുത്തിട്ട് ഇവിടെയോ അല്ലെങ്കിൽ നോട്ടീസ് നെയിം നോട്ടീസ് എന്നുള്ളത് കൊടുക്കാം. ഇനി വാട്ട് കംസ് നെക്സ്റ്റ്? ഇനി എന്തായിരിക്കും വരിക? ഓക്കെ, ഒന്നുകിൽ നിങ്ങൾക്ക് ഇവിടെ ഡേറ്റ് കൊടുക്കാം. നമുക്ക് താഴെ ഡേറ്റ് ഒക്കെ കൊടുക്കാറുണ്ട്, ബട്ട് സ്റ്റിൽ നമുക്ക് ഇവിടെ വേണമെങ്കിലും ഡേറ്റ് കൊടുക്കാം. ദെൻ വി വിൽ ബി അഡ്രസ്സിങ്, അല്ല നമ്മുടെ അഡ്രസ്സിങ് കൊടുക്കുക. ഡിയർ പേരൻസ് അല്ലെങ്കിൽ ഡിയർ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഡിയേഴ്സ് എന്ന് പറഞ്ഞിട്ട് വിൽ ബി അഡ്രസ്സിങ്. ആൻഡ് നൗ വിൽ ബി സ്റ്റാർട്ടിങ് അവർ കണ്ടന്റ്. എന്താ നമ്മുടെ കണ്ടന്റിൽ പറയാം? ആ സ്കൂൾ, നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് പറയാം. ആ സ്കൂൾസ് എക്കോ ക്ലബ് ഹാസ് ഡിസൈഡഡ് ടു conduct a seminar on the topic deforestation and it will be conducted on ഏത് ഡേ ആണെന്ന് പെർട്ടിക്കുലർലി മെൻഷൻ ചെയ്യാം, on which day and at what time and where it will be held. അപ്പം എവിടെ, എപ്പോൾ, ഏത് സ്ഥലത്ത്, ഏത് സമയത്ത് നടക്കുന്നു എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നിങ്ങളുടെ നോട്ടീസിൻ്റെ കണ്ടന്റിൽ ഉൾപ്പെടുത്തണം. ഓക്കെ, അതർവൈസ് നിങ്ങളുടെ ഈ നോട്ടീസ് ഇൻകംപ്ലീറ്റ് ആവും. കാരണം ആൾക്കാർക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടുന്നില്ല. എന്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ്, എവിടെയാണ്, ഏത് സമയത്താണെന്നൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വി ആർ റൈറ്റിംഗ് എ നോട്ടീസ്. അപ്പോൾ അത് ഫുൾഫിൽ ചെയ്യുന്നില്ലെങ്കിൽ ആ നോട്ടീസ് ഇസ് നോട്ട് എ നോട്ടീസ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഇഫ് യു ആർ ഹാവിങ് എ ചീഫ് ഗസ്റ്റുകളോ എല്ലാം ഉണ്ടെങ്കിൽ അവരുടെ നെയിം ഷുഡ് ഓൾസോ ബി മെൻഷൻഡ് ഹിയർ. ഓക്കെ, ദെൻ ഇനി നമുക്കുള്ളത് ലാസ്റ്റ് ഫൈനലി എന്താ നമുക്ക് കൊടുക്കേണ്ടത്? ബൈ ആരാണോ നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ സെക്രട്ടറി എക്കോ ക്ലബ് എന്ന് പറഞ്ഞിട്ട് യു ക്യാൻ ജസ്റ്റ് ഫൈനലൈസ് ദി ലാസ്റ്റ് വൺ, അല്ലെങ്കിൽ ലാസ്റ്റ് ആയിട്ട് നമുക്കിത് തന്നെ കൊടുത്ത് അവസാനിപ്പിക്കാം. ഓക്കെ, ഓൾ ആർ വെൽക്കം എന്നൊക്കെ പറഞ്ഞിട്ട് ഓൾ ഓഫ് യു ആർ ഇൻവൈറ്റഡ്, ഓൾ ഓഫ് യു ആർ വെൽക്കം എന്ന് പറഞ്ഞിട്ട് യു ക്യാൻ സ്റ്റോപ്പ് ദിസ് നോട്ടീസ്. ക്ലിയർ? ഓൾ റൈറ്റ്, നൗ ഷാൽ വി ഗോ ഫോർ ദി അതർ വൺ. ഇനി നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വാട്ട് ഇസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? The homeopath in the story, The Snake and the Mirror, found his room locked by the thief when he went there the next day. You meet him after this incident. Prepare a set of 5 questions that you would like to ask him.
എന്താ ഇവിടെ ക്വസ്റ്റനിൽ പറഞ്ഞിരിക്കുന്നത്? ഹോമിയോപാത്തിനെ നമുക്കറിയാം ഫ്രം ദി സ്റ്റോറി സ്നേക്ക് ആൻഡ് ദ മിറർ. ആൻഡ് രണ്ടാമത്തെ ദിവസം അവിടെ ചെല്ലുമ്പോഴേക്കും ഹി ഫൗണ്ട് ദാറ്റ് ഹിസ് റൂം ഇസ് ലോക്ക്ഡ് ബൈ ദ തീഫ്. രണ്ടാമത്തെ ദിവസം അവിടെ പോകുമ്പോഴേക്കും അയാൾ കാണുന്നത് അയാളുടെ റൂം അവിടെ ലോക്ക് ചെയ്തിരിക്കുന്നതാണ്. ആൻഡ് വാട്ട് ഓൾ വിൽ ബി ദ പോസിബിൾ ക്വസ്റ്റ്യൻസ് യു വിൽ ബി ആസ്കിങ് ടു ദിസ് ഹോമിയോപാത്ത് വെൻ യു ആർ മീറ്റിംഗ്. ഹോമിയോപാത്തിനെ കാണുകയാണെങ്കിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്യുക? ഓക്കെ, എന്തൊക്കെയായിരിക്കും നിങ്ങൾ ഡിസ്കസ് ചെയ്യുക? നിങ്ങൾക്ക് എന്തെങ്കിലും അപകടം പറ്റുമോ എന്നുള്ള രീതിക്ക് വി ക്യാൻ ടോക്ക്. ഓക്കെ, ഇനി എന്തായിരിക്കും? ഈസ് ദർ എനി വാല്യുബിൾ തിങ്സ്? നിങ്ങളുടെ വീട്ടിനകത്ത് എന്തെങ്കിലും വാല്യുബിൾ തിങ്സ് ഉണ്ടോ? ആർ യു സേവ് എന്നുള്ള രീതിക്ക് ചോദിക്കാം. പിന്നെ എന്തായിരുന്നു, വാട്ട് വാസ് യുവർ എക്സ്പീരിയൻസ് വെൻ, ആ ഒരു സിറ്റുവേഷനിൽ എന്തായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്നൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റനിൽ ചോദിക്കാം. ജസ്റ്റ് ആസ്ക് ടു റൈറ്റ് 5 questions. ഒരാളെ കാണുമ്പോൾ നിങ്ങൾക്ക് ചോദിക്കേണ്ട ഒരു 5 questions. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റ് നിങ്ങൾക്ക് അറിയാം. യു ക്യാൻ ജസ്റ്റ് മേക്ക് ദാറ്റ് വെരി ഈസിലി. Then coming to the next one, 21st question. Vanka writes a letter to his grandfather detailing his sufferings at the shoemaker's house. Imagine that you meet Vanka after he posted the letter and write the likely conversation between Vanka and you. ഇവിടെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഹൗ മെനി ഡയലോഗ്സ് ഓർ ഹൗ മെനി എക്സ്ചേഞ്ചസ് ഷുഡ് ബി ദർ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ 5 എക്സ്ചേഞ്ചസ് മാത്രം മതി. ആൻഡ് യു വിൽ ബി സ്റ്റാർട്ടിങ് ലൈക്ക് ഇറ്റ്സ് നോട്ട് എ വെരി ഫോർമൽ വൺ. ഒരു ചെറിയ കുട്ടിയാണ്, അപ്പോൾ ചെറിയ കുട്ടിയുടെ അടുത്ത് സംസാരിക്കുന്ന ആ ഒരു രീതിക്ക് യു ക്യാൻ ജസ്റ്റ് ടോക്ക്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് സ്റ്റോക്ക് ചെയ്ത് തുടങ്ങാം. അപ്പോൾ വാങ്കയുടെ അടുത്ത് ഹൗ യു ഫീലിംഗ്, ഇപ്പോൾ എങ്ങനെയാണ് നിൻ്റെ കണ്ടീഷനൊക്കെ എങ്ങനെയാണ്, ആർ യു ഫീലിംഗ് ഗുഡ്, എങ്ങനെയാണ്, നീ എന്താണ് പ്ലാൻ ചെയ്യുന്നത്, നിൻ്റെ ഗ്രാൻഡ് ഫാദർ ഡെഫിനറ്റ്ലി നിന്നെ തിരിച്ചു കൊണ്ടുപോകുമായിരിക്കും എന്നുള്ള രീതിക്ക് ഹോപ്പൊക്കെ കൊടുക്കുന്ന രീതിക്ക് യു ക്യാൻ ജസ്റ്റ് അറേഞ്ച് ദിസ് കോൺവെർസേഷൻ. അപ്പോൾ അവിടെ 5 എക്സ്ചേഞ്ചസ് മാത്രമേ ഇവർ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ തന്നെ ഹായ് ഹലോ ഹൗ യു എന്ന് ചോദിച്ച് ഒരുപാട് എക്സ്ചേഞ്ചസ് കളയേണ്ട ആവശ്യമില്ല. ജസ്റ്റ് കം ടു ദി മാറ്റർ. ആദ്യമേ ഒരു സല്യൂട്ടേഷൻ കൊടുത്ത് യു ക്യാൻ ജസ്റ്റ് കം ടു ദി മാറ്റർ. ഓൾ റൈറ്റ്, ദെൻ കമ്മിങ് ടു ദ നെക്സ്റ്റ് വൺ. ഇവിടെയും ചോദ്യത്തിൽ ശ്രദ്ധിക്കുക, ആൻസർ എനി 3 ഓഫ് ദി ഫോളോയിങ്. 3 ഏതെങ്കിലും മാത്രം ഡിസ്കസ് ചെയ്യും, 3 മാത്രം മതി. ആൻഡ് ഫസ്റ്റ് വൺ നോക്കിയേ. According to Satyajit Ray, shooting a scene with an animal is difficult task. He narrates one such experience in the Project Tiger. Prepare a write-up detailing the difficulties Ray faced in the shooting scene with the tiger for the film Gopi Gain Bhaga Gain. നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള സംഭവമാണ് പ്രോജക്റ്റ് ടൈഗർ. അപ്പോൾ സത്യജിത് റേ അതിൽ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഒരു ടൈഗറിനെ വെച്ച് ഷൂട്ട് ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ. ഓക്കെ, ഒന്നാമത് ടൈഗറിനെ കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. ടൈഗറിനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്താ ഇവിടേക്ക് കൊണ്ടുവരാനുള്ള ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു. ഇവിടെ കൊണ്ടുകഴിഞ്ഞതിന് ശേഷം എന്ത് സംഭവിച്ചു, ഒരു ഷൂട്ടിംഗ് വളരെ കഷ്ടപ്പെട്ട് ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും ദറ്റ് ഫുട്ടേജ് വാസ് ബ്ലർ, കാണുന്നില്ലായിരുന്നു. സെക്കൻഡ് ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും 2 പേരെ കൊണ്ടുവന്നു. ഈ നാട്ടുകാരുടെ ബഹളമൊക്കെ കൊണ്ട് എന്താണ് ടൈഗർ ബിക്കെയിം കുറച്ച് വയലൻ്റ് ആയി. ദ ടൈഗർ റാൻ ബട്ട് സം ഹൗ ദ മാനേജ് ടു ഷൂട്ട് ഇറ്റ്. അപ്പം ഒരുപാട് ഡിഫിക്കൽട്ടീസ് വാസ് ദർ ഇൻ ബിറ്റ്വീൻ ഷൂട്ടിംഗ് ദാറ്റ് പെർട്ടിക്കുലർ ഫിലിം. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് നറേറ്റ് ചെയ്ത് പോവുക, ഡീറ്റെയിൽ ചെയ്ത് പോവുക. അപ്പോൾ ആരാണത് എഴുതിയത്, എന്തൊക്കെയായിരുന്നു ഡിഫിക്കൽട്ടീസ് എന്നുള്ളത് ഡിഫറെൻറ്റ് പാരഗ്രാഫ്സ് തിരിച്ച് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ചെയ്ത് നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് ഹാവിംഗ് 6 marks. അപ്പോൾ ആ മാർക്സിനനുസരിച്ച് എഴുതുക. നെക്സ്റ്റ് വൺ, എ സിംഗിൾ സ്റ്റോറി അബൌട്ട് സംതിങ് വോണ്ട് ഗിവ് യു എ ക്ലിയർ പിക്ചർ ഓഫ് ഇറ്റ്. Do you agree with the statement? Write a paragraph supporting your answer using the points from the speech, the danger of a single story. അപ്പോൾ ദാ നിങ്ങളുടെ അടുത്ത് 1 opinion is given. എന്നിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്, യെസ് ഓർ നോ, ഡു യു സപ്പോർട്ട് ദിസ് പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എ സിംഗിൾ സ്റ്റോറി അബൌട്ട് സംതിങ് വോണ്ട് ഗിവ് യു എ ക്ലിയർ പിക്ചർ ഓഫ് ഇറ്റ്. അപ്പം ഏതെങ്കിലും ഒരു കാര്യത്തെ പറ്റി ഒരു സിംഗിൾ സ്റ്റോറി കേട്ട് കഴിഞ്ഞാൽ ഇറ്റ് വോണ്ട് ഗിവ് യു ദ എൻറ്റയർ പിക്ചർ, എന്താണ് അത് മീൻ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഡു യു എഗ്രി വിത്ത് ദാറ്റ്? ഒന്നുകിൽ നിങ്ങൾക്ക് യെസ് എന്ന് എഴുതാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് നോ എന്ന് എഴുതാം. ഇപ്പോൾ പൊതുവേ നമ്മൾ പഠിച്ചത് വെച്ചിട്ടാണെങ്കിൽ നോ, ഒരു സിംഗിൾ സ്റ്റോറി കേട്ട് കഴിഞ്ഞാൽ ഇറ്റ് വിൽ നോട്ട് ഗിവ് അസ് ദിസ് കറക്റ്റ് പിക്ചർ എന്നുള്ള രീതിക്ക് തന്നെയായിരിക്കും നമ്മൾ എഴുതുക. കാരണം ഒരു സ്റ്റോറി മാത്രം കേട്ട് കഴിഞ്ഞാൽ ഇറ്റ് മേ മിസ്റ്റേക്ക് അസ്, നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്സ് പറ്റാം, അല്ലെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് നമ്മുടെ ഇടയിൽ ഉണ്ടാവാൻ അതിനെ പറ്റി. അപ്പോൾ ഒരുപാട് അതിനെ പറ്റിയിട്ടുള്ള എക്സ്പീരിയൻസ് അല്ലെങ്കിൽ പല സ്റ്റോറീസ് കേൾക്കുമ്പോൾ മാത്രമേ അതിൻ്റെ യഥാർത്ഥ പെർസ്പെക്റ്റീവ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് നിങ്ങൾക്ക് അവിടെ സ്റ്റേറ്റ് ചെയ്യാം. Okay, then next one, on Jane and the one-act play, the never-neverness is highly practical in her dealings. Prepare a character sketch of on Jane. ഏത് നമ്മുടെ on Jane, never-neverness-ലെ on Janeൻ്റെ ക്യാരക്ടർ സ്കെച്ചാണ് നമ്മൾ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഷീ ഈസ് എ വെരി പ്രാക്ടിക്കൽ ലേഡി, വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ലേഡിയാണ്. ഷി ഡിഡ്ന്റ് വോണ്ട് എനി വൺ ടു ഗിവ് ഹർ ഈവൻ എ പെന്നി as എന്താണ് കടമായിട്ട് 1 രൂപ പോലും മേടിക്കേണ്ട എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ ജീവിക്കുന്ന ആളാണ്. ബട്ട് ഓൺ ദി അതർ സൈഡ് വി ഹാവ് ജാക്ക് ആൻഡ് ജിൽ. അവരുടെ ഒരു കോൺസെപ്റ്റ് എന്താ, എത്ര കടം മേടിച്ചാലും എന്താ, അല്ലെങ്കിൽ
EMI സിസ്റ്റത്തിൽ പോയി കഴിഞ്ഞാലും നല്ല പോഷായിട്ട് ജീവിക്കണം, നല്ല ലക്ഷൂറിയസ് ആയിട്ട് ജീവിക്കണം. സോ അപ്പോൾ ഓൺ ജെയിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? തുടക്കത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഓൺ ജെയിൻ വീട്ടിലേക്ക് കയറി വരുമ്പോഴേക്കും ഷീ ഈസ് വെരി എക്സൈറ്റഡ്. ഇവർക്ക് ഇത്രയധികം സെറ്റപ്പ് ഒക്കെ ഉണ്ടോ, അങ്ങനെ വളരെ എക്സൈറ്റഡ് ആയിട്ട് കാണുന്നുണ്ട്. ബട്ട് സ്റ്റിൽ കുറച്ചുകൂടെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഷീ ഈസ് ഹാവിങ് ഡൗട്ട്സ്. ഇത്രയുമൊക്കെ ആഡംബരത്തിൽ ജീവിക്കാൻ അതേ കേപ്പബിൾ, അവർക്ക് അത്രയ്ക്കുള്ള വരുമാനമൊക്കെ കിട്ടുന്നുണ്ടോ എന്ന് ഷീ ഈസ് എൻക്വയറിങ്. ആൻഡ് ഫൈനലി ഷീ കെയിം ടു നോ അബൌട്ട് ഓൾ ദീസ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. എല്ലാം ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്ന് കരുതുകയാണ്. ആൻഡ് ഷീ ഈസ് ഓൾസോ എ വെരി ജെൻറ്റിൽ ആസ് വെൽ ആസ് എ കൈൻഡ് ഓഫ് പേഴ്സൺ. ജെൻറ്റിൽ ആണോ എന്ന് ചോദിച്ചാൽ അതെ, ബിക്കോസ് ഷീ ഈസ് ഗിവിങ് ദം ചെക്സ്. അവർക്ക് പൈസയൊക്കെ കൊടുക്കുന്നുണ്ട് കുറേശ്ശെയൊക്കെ, ഏതെങ്കിലും ഒരെണ്ണം ഇൻവെസ്റ്റ്മെൻറ്റ് അടച്ച് തീർക്കട്ടെ എന്ന് വെച്ച്. അതിന് മുന്നേ ഷീ ഈസ് ആക്ച്വലി വെരി ആംഗ്രി വിത്ത് ദം. ദേഷ്യപ്പെടുന്നതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ജാക്ക് പറയുന്നുണ്ട് ഇവർ എന്തൊരു മുൻകോപക്കാരിയായിട്ടുള്ള സ്ത്രീയാണെന്നൊക്കെ ജാക്ക് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ആംഗ്രി ആസ് വെൽ ആസ് ഷീ ഈസ് എ വെരി കെയറിംഗ് പേഴ്സൺ ഫോർ ജാക്ക് ആൻഡ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് യു ക്യാൻ മേക്ക് ദാറ്റ് character sketch. Then next one, suppose a suicide attempt made by Mr. John and the attempt to save him by Dr. Cronin, surgeon, appeared as a news report in the English Daily. Prepare the news report. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ജോൺ, നമ്മുടെ AJ ക്രോണിൻ്റെ ചാപ്റ്ററിൽ നിന്നുള്ള മിസ്റ്റർ ജോൺ, അവൻ ആത്മഹത്യ ശ്രമിക്കുന്നുണ്ട്. അവനെ രക്ഷിക്കുന്നത് ആരൊക്കെയാണ്? നമ്മുടെ സർജൻറ്റ് ആസ് വെൽ ആസ് ഈ പോളിസും അതുപോലെ ക്രോണിനും അതുപോലെ നമ്മുടെ ലാൻഡ് ലേഡിയും കൂടിയിട്ടാണ്. അപ്പം ഇവർ കാണിച്ച ഈ കള്ളത്തരം, അതായത് ഇവനെ രക്ഷിക്കുന്നത് ഇവരുടെ റിസ്കിലാണ്. അപ്പോൾ അത് പുറത്ത് വരികയാണ്. ദർ കംസ് ആസ് എ ന്യൂസ് റിപ്പോർട്ട്. ഓക്കെ, അപ്പോൾ അവരുടെ അറ്റംപ്റ്റ്സ് ഒരു ന്യൂസ് റിപ്പോർട്ടായിട്ട് വരികയാണ്. അപ്പോൾ ഒന്നുകിൽ ഈ പറഞ്ഞ രീതിക്ക് ന്യൂസ് റിപ്പോർട്ട് ഒരു നല്ല രീതിക്ക് ഇവർ നല്ലൊരു കാര്യമാണ്, ഒരു കുട്ടീനെ രക്ഷിച്ചെടുത്തു എന്നുള്ള രീതിക്ക് നമുക്ക് കൊടുക്കാം. അതല്ല എങ്കിൽ വേറൊരു രീതിക്ക് നമുക്കിത് കൊടുക്കാം. ഓക്കെ, ഇനി ന്യൂസ് റിപ്പോർട്ടിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? വാട്ട് ഓൾ തിങ്സ് ഷുഡ് ബി ദർ ഇൻ എ ന്യൂസ് റിപ്പോർട്ട്? ന്യൂസ് റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് വേണ്ടത്? യെസ്, ഫസ്റ്റ് തിങ് ഷുഡ് ബി ദ ടൈറ്റിൽ. ഓക്കെ, ദെൻ ടൈറ്റിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ വി ഷുഡ് ഹാവ് ടു ഗിവ് ദി പ്ലേസ്. പ്ലേസിൻ്റെ കൂട്ടത്തിൽ തന്നെ വി ക്യാൻ ഗിവ് ദി ഡേറ്റ് ഓൾസോ. ദെൻ യു ക്യാൻ സ്റ്റാർട്ട് റൈറ്റിംഗ് അബൌട്ട് ദി കോണ്ടന്റ്. ഓൾറൈറ്റ്, അപ്പം ഈ കോണ്ടന്റ് ഭാഗത്തേക്ക് വരുമ്പോഴേക്കും ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, യു ഷുഡ് ആൻസർ മെയിൻലി 5 questions. ഫസ്റ്റ് വൺ ഇസ് വാട്ട്, എന്താണ് നടന്നിട്ടുള്ളത്, വാട്ട് ഹാപ്പൻഡ്. ഇനി വേർ, എവിടെയാണ് ഇതൊക്കെ സംഭവിച്ചിട്ടുള്ളത്. ദെൻ വെൻ, വാട്ട് ടൈം ഡിഡ് ദിസ് ഹാപ്പൻ. ദെൻ ഹൗ. ഓക്കെ, ഹൗ, എങ്ങനെയാണ്, അല്ലെങ്കിൽ ഹും, ഇത് ആരോടാണ്, അല്ലെങ്കിൽ ഹൂ, അല്ലെങ്കിൽ ഹും. ഇത്തരം കാര്യങ്ങൾ ഇറ്റ് ഷുഡ് ബി ആൻസർ ഇൻ ദിസ് ന്യൂസ് റിപ്പോർട്ട്. ഓൾറൈറ്റ്, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ന്യൂസ് റിപ്പോർട്ട്. ആൻഡ് ഒരു കാര്യം കൂടെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ന്യൂസ് റിപ്പോർട്ടിൻ്റെ ഫസ്റ്റ് ലൈൻ തുടങ്ങുമ്പോൾ ഇറ്റ് ഷുഡ് ബി സംഹൗ റിലേറ്റഡ് ടു ദി ടൈറ്റിൽ ഓഫ് അവർ റിപ്പോർട്ട്. അതൊന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി. ഓൾറൈറ്റ്, ഇനി കമ്മിങ് ടു ദി നെക്സ്റ്റ് വൺ, ലാസ്റ്റ് വൺ. നീൽകാന്താസ് ലാസ്റ്റ് ഹോപ്പ് ഓഫ് being proved innocent hit the dust. He decides to leave Kiran's house. Imagine that before leaving he wrote a diary not expressing his emotions and write the likely diary entry. All right, അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഡയറി എൻട്രി ആണ്. നീൽകാന്ത ആൻഡ് കിരൺ അവർ തമ്മിലുള്ള ഉണ്ടായിരുന്ന ഒരു സിസ്റ്റർ ബ്രദർ കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ഒക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പം നീൽകാന്തയ്ക്ക് ഫൈനലി അവനല്ല അത് മോഷ്ടിച്ചത് എന്ന് തെളിയിക്കാനുള്ള ലാസ്റ്റ് ഹോപ്പും നഷ്ടമായി ഇരിക്കുന്ന ആ സമയത്ത് ഹി പ്ലാൻസ് ടു ലീവ് ദി ഹൗസ്, വീട് വിട്ട് പോകാൻ തീരുമാനിക്കുകയാണ്. വാട്ട് ക്യാൻ ബി ഹിസ് ലൈക്ലി ഡയറി എൻട്രി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഡയറി എൻട്രി വി ഹാവ് എ ഫോമാറ്റ്. അപ്പോൾ അവിടെ നമുക്ക് ഡയറി എൻട്രിയിൽ ഒന്നുകിൽ നമുക്ക് വി ക്യാൻ ജസ്റ്റ് സ്റ്റാർട്ട് വിത്ത് നമ്മുടെ ഇവിടെ ഡേറ്റ് കൊടുക്കുക, ഏത് ദിവസമാണ്, അല്ലെങ്കിൽ ഇപ്പോൾ 5th Jan എന്നാണെങ്കിൽ 5th Jan 2023 കൊടുക്കുക. ദെൻ യു ക്യാൻ ജസ്റ്റ് സ്റ്റാർട്ട്, അല്ലെങ്കിൽ നമുക്കൊരു ഡിയർ ഡയറി എന്നൊക്കെ പറഞ്ഞിട്ട് യു ക്യാൻ സ്റ്റാർട്ട് ഡിയർ ഡയറി എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതാം. ഇറ്റ്സ് അപ് ടു യു. പിന്നെ നമ്മൾ എന്നതൊക്കെയാണ് ചെയ്തത്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈവൻ ദോ നീൽകാന്ത ഇസ് റൈറ്റിംഗ് ദിസ് ഡയറി, നമ്മുടെ പെർസ്പെക്റ്റീവിൽ നിങ്ങൾ നീൽകാന്തയായിട്ട് വേണം, അതായത് കൂട്ടി ആ ഒരു പെർസ്പെക്റ്റീവിൽ നിന്ന് വേണം യു ഹാവ് ടു റൈറ്റ് ദിസ് ഡയറി. ഓക്കെ, അപ്പം നീൽകാന്തയുടെ വിഷമങ്ങളൊക്കെ പറയും. കിരണിനെ ഞാൻ എൻ്റെ സ്വന്തം ആളായിട്ടാണ് കണ്ടത്, ബട്ട് ഷീ ഈസ് നൗ നോട്ട് വിത്ത് മീ. എന്നെ ഇപ്പോഴും അവർ സംശയിക്കുകയാണ്, അവരെൻ്റെ ഇതൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്, അതായത് ഞാനാണ് ഈ പറഞ്ഞ ഇങ്ക് ബോട്ടിൽ എടുത്തതെന്നൊക്കെ അവർ കണ്ടുപിടിച്ചു. നൗ ഐ ഹാവ് നോ ഹോപ്പ്. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ നിന്നാലും അവരെന്നെ പണ്ടത്തെ പോലെ സ്നേഹിക്കുമെന്നൊന്നും ഐ ഡോണ്ട് ഫീൽ. സോ ഐ ജസ്റ്റ് വാണ്ടഡ് ടു ലീവ് ദിസ് പ്ലേസ്, ബട്ട് ഐ വിൽ ബി ഡെഫിനറ്റ്ലി മിസ്സിങ് ഹർ. ഞാൻ പോയി കഴിഞ്ഞാലും ഐ വിൽ ബി മിസ്സിങ് ഹർ എന്നൊക്കെ പറഞ്ഞിട്ട് യു ക്യാൻ മേക്ക് ദാറ്റ് ഡയറി. ഓക്കെ, ദെൻ ഇനി നമുക്കുള്ളത് അടുത്തൊരു സെക്ഷനാണ്. യു വിൽ ബി ഗിവൻ വിത്ത് ഒരു ഇല്ലുസ്ട്രേഷൻ നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ചെടുക്കുക. അപ്പം സെൻറ്റൻസ് സ്ട്രക്ചർ എക്സസൈസസ്, ദെൻ വേർഡ്സ് ഫോർ ഡെയിലി യൂസ്, നേച്ചർ ക്യൂർ ഫോർ ഡയബറ്റിസ്, ട്രിക്സ് ഇൻ സ്നൂക്ക്.
ഒന്ന് വായിച്ചു നോക്കാം. Which book will you advise to a person who is having high blood sugar? ഒബ്വിയസ് ആണ്, ഹൈ ബ്ലഡ് ഷുഗർ ഉള്ള ഒരു മനുഷ്യന് ഏത് ബുക്കായിരിക്കും നിങ്ങൾ കൊടുക്കുക? ഡയബറ്റിസ് അല്ലേ? ഡയബറ്റിസ് ഇസ് ഷുഗർ. അപ്പോൾ സോ ദിസ് ബുക്ക് വിൽ ബി റെഫർ ടു ദാറ്റ് പേഴ്സൺ. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, നെയിം ദി പബ്ലിഷർ ഓഫ് ദി ബുക്ക് ഓൺ ദി സ്പോർട്സ് ഗെയിം. സ്പോർട്സ് ഗെയിമിനെ പറ്റി എഴുതിയിട്ടുള്ള പബ്ലിഷർ ആരാണ്? ഹൂ ഇസ് എ പബ്ലിഷർ? ഓർബിറ്റ് ഇന്റർനാഷണൽ, ആൻഡ് ഇറ്റ് ഇസ് പബ്ലിഷ്ഡ് ബൈ അമൽ സെയ്ദ്. ദെൻ 29th one, suggest a book that enhances vocabulary skills. ഏതാ vocabulary enhance ചെയ്യാൻ പറ്റുന്നത്? Because we are having words here, so this will be the one. Then okay, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെതാ ഈ ഒരു 30th question ആണ്. Which of the publisher has more than one book to their credit? ഏതിനാ രണ്ട് പബ്ലിഷർ, ഒറ്റ പബ്ലിഷർ തന്നെ രണ്ട് പ്രാവശ്യം വരുന്നത് എവിടെയാ? It's Orbit International. Orbit International ആണ് സെയിം പബ്ലിഷർ ആയിട്ട് വരുന്നത്. രണ്ട് പ്രാവശ്യം സെയിം പബ്ലിഷർ വരുന്നത് ഓർബിറ്റ് ഇന്റർനാഷണൽ ആണ്. ഓക്കെ, ദെൻ കമ്മിങ് ടു ദ നെക്സ്റ്റ് വൺ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വിച്ച് ബുക്ക് വിൽ യു സജസ്റ്റ് ടു യുവർ ഫ്രണ്ട് ഹു വോണ്ട്സ് ടു ഇംപ്രൂവ് ഹിസ് നോളജ് ഓഫ് ഇംഗ്ലീഷ് ഗ്രാമർ? അപ്പോൾ ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കേണ്ട ഒരു ഫ്രണ്ടിന് നിങ്ങൾ എന്തായിരിക്കും ഇത് ചെയ്യുന്നത്, പ്രിസ്ക്രൈബ് ചെയ്യുക? ഇറ്റ് ഈസ് സെൻറ്റൻസ് സ്ട്രക്ചർ ആൻഡ് എക്സസൈസ്. സെൻറ്റൻസ് സ്ട്രക്ചർ, അതിനകത്ത് ഇപ്പോൾ ഗ്രാമർ തന്നെയായിരിക്കും അവിടെ വരിക. ഓക്കെ, ദെൻ അപ്പോൾ ആ ഒരു പോർഷൻ ഓവർ ആയിട്ടുണ്ട്. ദെൻ കമ്മിങ് ടു ദ നെക്സ്റ്റ് വൺ. അടുത്ത എന്താ വരുന്നത് നോക്കാം. ഓക്കെ, അടുത്തത് റീഡ് ദ ഫോളോയിങ് കോൺവെർസേഷൻ ആൻഡ് കംപ്ലീറ്റ് ദ സെന്റൻസസ് ഗിവൻ ബിലോ. അപ്പോൾ ഇത് നോക്കിക്കേ. സാറ, വേർ ആർ മൈ ഷൂസ്? ആൻഡ് അലി ഈസ് ആൻസറിങ് ലൈക്ക് ഐ ലോസ്റ്റ് ഇറ്റ് സംവെയർ ഇൻ ദ ഷോപ്പ്. അപ്പോൾ ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് യു ഹാവ് ടു ഫിൽ ദിസ് പോർഷൻ. ഈ ഒരു ഭാഗം നിങ്ങളോട് ഫിൽ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സാറ ആസ്ക്ഡ് എന്ന് ചോദിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വാട്ട് ഈസ് ദിസ്. ഇത് നമ്മൾ സാധാരണ ഫിൽ ചെയ്യുന്ന പോലെ ഫിൽ ചെയ്താൽ മതി. സാധാരണ ഫിൽ ചെയ്യുന്ന പോലെ ഫിൽ ചെയ്താൽ മതി. ബട്ട് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ദിസ്. ഇതെന്താ ശരിക്കും? ഇറ്റ് ഈസ് റിപ്പോർട്ടഡ് സ്പീച്ച്. റിപ്പോർട്ടഡ് സ്പീച്ച് ആണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, വേർ ആർ മൈ. അപ്പോൾ നമുക്കിതൊന്ന് നോക്കാം. നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിൻ്റെ പല കാറ്റഗറീസ് പഠിച്ചിട്ടുണ്ട്. ഡിക്ലറേറ്റീവ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ്, ക്വസ്റ്റ്യൻ വേർഡ്സ് തുടങ്ങുന്നത് എങ്ങനെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാം, അതുപോലെ തന്നെ ഓക്സിലറി വേർബ്സ് വെച്ചിട്ടാണ് തുടങ്ങുന്നതെങ്കിൽ എങ്ങനെ ചെയ്യാമെന്നൊക്കെയുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഹിയർ നമ്മളിപ്പം ബാക്കിയുള്ള ഡിസ്കഷൻസിലൊക്കെ ഒന്നും നമ്മളിപ്പോൾ പോകുന്നില്ല. വി ജസ്റ്റ് ഹാവ് ടു നോ വാട്ട് ഈസ് ദിസ്. ഇവിടെ നമുക്ക് ഏതാ തന്നിരിക്കുന്നത്? WH ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് തുടങ്ങുന്നത്. വേർ ആർ മൈ ഷൂസ്. അപ്പോൾ സാറ ആസ്ക്ഡ് എങ്ങനെ ആൻസർ വരും? സാറ ആസ്ക്ഡ് എന്തായിരിക്കും വരിക? നമ്മളവിടെ റിപ്പോർട്ടിംഗ് വേർബിന് പകരം നമുക്ക് വാട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ദാറ്റ് നമുക്കിവിടെ ആവശ്യമില്ല. സോറി, വാട്ടല്ല, ഇറ്റ് ഈസ് വേർ. വേർ. ഇനി അടുത്ത് എന്താ വരിക? ആർ മൈ ഷൂസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വേർ. ഇനി ഇങ്ങോട്ട് സാധനം തിരിച്ചു വരികയാണ്. വേർ മൈ അല്ല, ഇറ്റ്സ് നോട്ട് മൈ. her shoes. R എന്നുള്ളത് മാറി it becomes what? Were my shoes were. R എന്നുള്ളത് മാറി പ്രസന്റിൽ മാറി it goes to past. അപ്പം Zara asked were her shoes were. Okay, and what is the reply? Ali replied that Ali reply ചെയ്തത്? Ali replied that I lost എന്ന് പറയുന്നതിന് പകരം he had. He lost എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ this is actually in the ഏത് ഫോമാ? സെക്കൻഡ് ഫോമിലാണ്. that is in simple past, so we will be converting that into past perfect. He had lost it somewhere in the shop. ബാക്കിയുള്ളത് നമ്മുടെ ക്വസ്റ്റ്യൻ ഉള്ള പോലെ തന്നെ you can just. അപ്പം Ali said that he had lost it somewhere in the shop. ക്ലിയർ അല്ലേ? അപ്പോൾ ദിസ് ഇസ് സിമ്പിൾ പാസ്റ്റിലാണ് ഇത് കിടക്കുന്നത്. സോ വി ജസ്റ്റ് കൺവേർട്ടഡ് ദാറ്റ് ഇൻടു പാസ്റ്റ് പെർഫെക്റ്റ്. അപ്പോൾ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ദെൻ ഷാൽ വി ഗോ ടു ദ നെക്സ്റ്റ് വൺ. അടുത്ത ഇതിലേക്ക് പോയാലോ? ഓക്കെ, ഹിയർ വി ഹാവ് എ പാസേജ് ടു എഡിറ്റ്. ഇവിടെ നമുക്ക് എഡിറ്റ് ചെയ്യാനാണുള്ളത്. ഈസിയാണ്. നിങ്ങൾ ടെക്സ്റ്റ് ഫെമിലിയർ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷൂ എന്ന് പറഞ്ഞ് സിമ്പിളായിട്ട് ചേർക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, even the dogs will be given snuff. will ന്റെ തെറ്റാണ്. then what will be the same? would be. കൊടുക്കുമായിരുന്നു. then would be. then next comes Kashanka would sneeze, shake Hisana her head and walk away offended. and ന് പകരോ what will come instead of and? but.
But eel, 2. ഈ TO ആണ് വേണ്ടത്. TWO എന്ന് പറഞ്ഞാൽ this 2. നമുക്കിവിടെ വേണ്ട 2 ഏതാ? TOO ആണ് നമുക്കിവിടെ വേണ്ടത്. ഓക്കെ. Too polite to sneeze would wag his tail. And the weather is glorious. Isn't പകരം what will come? This is in past, so it will come as was. Okay, editing is also over. Then comes, ഇനി എന്താ നമുക്കുള്ളത്? അടുത്തത് നമുക്ക് phrasal verbs ആണ്. You are given some phrasal verbs. താഴെ നിങ്ങൾക്ക് കുറച്ച് phrasal verbs കൊടുത്തിട്ടുണ്ട്. And you have to arrange it. കറക്റ്റ് ആയിട്ടുള്ള പ്ലേസ് അതൊന്ന് പ്ലേസ് ചെയ്താൽ മതി. ഓക്കെ, അതൊന്ന് നോക്കി വെക്കാം. വാങ്ക dash his shirt. എന്തായിരിക്കും? Put on, wear. നമുക്കറിയാം അതിൻ്റെ മീനിങ് അല്ലേ? വാങ്ക put on his shirt and went to the place where the post office was kept. And he dash. എന്തായിരിക്കും? He made up his mind. അപ്പോൾ ഡിസൈഡ് ചെയ്തു എന്നുള്ളൊരു തീമാണ്. He made up his mind to pause the letter he had written. He walked quickly because he wanted to come back before his master and family turned up. അതായത് കണ്ടുപിടിക്കുക. To be found എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. ഓക്കെ. From the church and he had to dash the called. Put up with, അതായത് adjust with the called outside. All right? Okay, fine. Then coming to the next one. Here you have some fill in the blanks. നമുക്ക് ഈസി ആയിട്ടുള്ളതാണ്. ഏതൊക്കെയാ? In with, very, into, up. I was turned to a stone, but my mind was very active, very. The door opened into darkness. Into darkness. The room was filled with darkness. And in the light of the lamp, I sat there like a stone in the fresh. Okay. Then, അടുത്തത് അത് ജസ്റ്റ് ഫിൽ ചെയ്യാനുള്ള പ്രിപ്പോസിഷൻസ് കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി നെക്സ്റ്റ് വൺ, ഹിയർ വി ഹാവ് ഒരു കോൺവെർസേഷൻ കൊടുത്തിട്ടുണ്ട്, ഡയലോഗ് കൊടുത്തിട്ടുണ്ട്. യു ജസ്റ്റ് ഹാവ് ടു കംപ്ലീറ്റ് ഇറ്റ്. കംപ്ലീറ്റ് ചെയ്യാനാണ് കൊടുത്തിരിക്കുന്നത്. കിരൺ, why don't you avoid the naughty gang? Nilkanta, they are all my friends and I play with them. Kiran, you entered the neighbor's house garden without permission. Did you? ഇല്ലേ? Okay, then അവിടെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ടാഗാണ് നിങ്ങൾ അവിടെ ഫിനിഷ് ചെയ്യേണ്ടത്. നിൽക്കാന്ത, യു ഡോണ്ട് ലൈക്ക് മീ പ്ലേയിങ് വിത്ത് ദം, റൈറ്റ്? ഇഫ് യു ഡോണ്ട് ലൈക്ക് പ്ലേയിങ് വിത്ത് മീ, ലൈക്ക് മീ പ്ലേയിങ് വിത്ത് ദം, ഡോണ്ട് യു? നിങ്ങൾക്ക് ഇഷ്ടമല്ല അല്ലേ? ഡു യു? ഡോണ്ട് ഡു അല്ല, ഡു യു. അപ്പോൾ ഡോണ്ട് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇറ്റ്സ് എ നെഗറ്റീവ് വൺ, സോ ഡു. ആൻഡ് നൗ കിരൺ, നിലു, യു ഹാഡ് ബെറ്റർ. യു ഹാഡ് ബെറ്റർ. അപ്പോൾ അടുത്ത് നോക്കാം. അടുത്ത സെൻറ്റൻസ് നോക്കുമ്പോഴേക്കും വിൽ ഗെറ്റ് ആൻ ഐഡിയ. ഷുവർ ഐ വിൽ കീപ്പ് അവേ ഫ്രം ദം. യു ഹാഡ് ബെറ്റർ കീപ് യുവർ ഡിസ്റ്റൻസ് അവേ ഫ്രം ദം. ഇനി ലാസ്റ്റ് വൺ പറയുന്നത് എന്താ? കിരൺ എന്തോ ചോദിക്കുന്നുണ്ട്. നിൽക്കാതെ ഐ സേ നോ, ഐ എം നോട്ട് ഹംഗ്രി. ആർ യു ഹംഗ്രി നൗ? ഇവിടെ ചോദിക്കുകയാണ്, ആർ യു ഹംഗ്രി നൗ? And Kiran, wash yourself and get ready, it's study time. Appa Nilkanta will be saying like, yeah, okay. Or I want to do that, I'll be going for play. And fine, this is the end of our questions. അപ്പോൾ നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇതിൽ കൂടുതൽ സംശയം, വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. വളരെ ഈസി ആയിട്ടുള്ളതാണ്. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പഠിച്ച എല്ലാ പാറ്റേൺസും, ക്വസ്റ്റ്യൻ ടാഗ്സ് വരുന്നുണ്ട്, റിപ്പോർട്ടഡ് സ്പീച്ചസ് വരുന്നുണ്ട്, ഫ്രേസൽ വേർബ്സ്, എഡിറ്റിംഗ്, പ്രിപ്പോസിഷൻസ് ആഡ് ചെയ്യുക, നൗൺ ഫ്രേസ് കണ്ടുപിടിക്കുക, ഇത്തരത്തിലുള്ളതൊക്കെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്. സോ ഐ റിയലി തിങ്ക് ദാറ്റ് ദിസ് വാസ് എൻ ഓക്കെ ക്വസ്റ്റ്യൻ പേപ്പർ. ഐ വോണ്ട് സേ ദാറ്റ് ഇറ്റ് ഈസ് എൻ ഈസി വൺ, ബട്ട് ഇറ്റ് വാസ് എൻ ഓക്കെ വൺ. നല്ല രീതിക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. സോ ജസ്റ്റ് കൺസിഡർ ദിസ്. ഇപ്പോൾ ഏതെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിലും ഡോണ്ട് വറി, ജസ്റ്റ് കൺസിഡർ ദിസ് ആസ് എ മോഡൽ ഫോർ യുവർ ആനുവൽ എക്സാം. ഓക്കെ, അപ്പോൾ ഇത് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടി റിവൈസ് ചെയ്യുക. നിങ്ങളുടെ തെറ്റിപ്പോയിട്ടുള്ള സാധനങ്ങൾ, തെറ്റിപ്പോയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി ഒന്ന് വർക്ക് ഔട്ട് ചെയ്ത് ശരിയാക്കുക, എക്സസൈസ് ചെയ്യുക. ഓക്കെ, അപ്പം ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക. നിങ്ങളുടെ മാർക്സിൻ്റെ സ്കീംസിനനുസരിച്ച് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓൾ റൈറ്റ്, സോ നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ വിൽ ബി സീയിങ് യു, ഐ ബി സീയിങ് യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. സോ അതുവരേക്കും ഡു യുവർ ബെസ്റ്റ്, ഡു യുവർ ഹാർഡ് വർക്ക്, ഹാർഡ് ലേബർ will lead you to success. So keep that in your mind. So we'll see you in the next video. Bye bye.